പഴയന്നൂർ മനോഹരി കോംപ്ലക്സിലെ സിസ്റ്റം അക്കാദമിയിൽ അഡ്മിഷൻ തുടരുന്നു. 5 മുതൽ +2 വരെ എല്ലാ വിഷയങ്ങളിലും മികച്ച ട്യൂഷൻ സൗകര്യം. +1, +2 വിഭാഗങ്ങളിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ബാച്ചുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. +2 പരാജയപ്പെട്ടവർക്ക് വർഷം നഷ്ടപ്പെടുത്താതെ വെറും 3 വിഷയങ്ങൾ മാത്രം എഴുതി പാസ്സാകാനുള്ള സുവർണാവസരം. 6 മാസത്തിനുള്ളിൽ +2 നേടിയെടുക്കാം. കൂടാതെ NIOS, മോണ്ടിസോറി, വിവിധ ഡിഗ്രി കോഴ്സുകൾ എന്നിവയ്ക്കും പ്രവേശനം ലഭ്യമാണ്. സീറ്റുകൾ പരിമിതമായതിനാൽ ഉടൻ തന്നെ 7001664326 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സിൽവർ ജൂബിലി സമാപന സമ്മേളനം പാലക്കാട് പ്രൗഢഗംഭീരമായി നടന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ KJU സിൽവർ ജൂബിലി സമാപന സമ്മേളനം പാലക്കാട് ഹോട്ടൽ ഗസാല ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ പരിപാടികളോടെ നടന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആയിരക്കണക്കിന് KJU പ്രവർത്തകരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാലക്കാട്ടേക്ക് ഒഴുകിയെത്തിയത്. പ്രൗഢഗംഭീരമായ ചടങ്ങ് പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സത്യത്തിൽ വായനയും എഴുത്തും ഒക്കെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. പക്ഷേ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്തും ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നിങ്ങൾക്കറിയാം എല്ലാ തരം മാർഗങ്ങളിലൂടെയും നല്ലത് ചെയ്യാൻ പറ്റും, അതുപോലെ ചീത്തയും ചെയ്യാൻ പറ്റും. ഒരാളെ അപകീർത്തിപ്പെടുത്തണമെങ്കിൽ പറ്റും, ഒരു ഭരണകൂടത്തിന് മോശമായി കാണിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഗൂഢാലോചനകൾ നടത്തും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും പഴയകാല പത്രപ്രവർത്തകർക്കുള്ളൊരു ഗുണം സത്യം ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്ന ആളുകളാണ് പത്രപ്രവർത്തകർ. മറ്റുള്ളവരുടെ ദയനീയമായ അവസ്ഥ ആരുടെ മുഖത്ത് നോക്കി പറയാൻ കഴിവും നല്ല തൻ്റെയുള്ളവരായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്താണ് സ്ഥിതി ചോദിക്കണം, ഈ ഭരണകൂടത്തിൻ്റെ ദാസ്യന്മാരായിട്ടും അവരുടെ പിടിയാളുകളായിട്ടും അവർക്കും ഒരുപാട് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് അടിമകളായിട്ടും കോർപ്പറേറ്റ് വൽക്കരിച്ച മുതലാളിമാർക്ക് വേണ്ടിയും നിലകൊള്ളുന്ന ഒരു ദയനീയ സ്ഥിതി ആ മേഖലയിലുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തുണ്ട്, ഭരണരംഗത്തുണ്ട്. സ്വാഭാവികമായിട്ടും എന്താ നമ്മുടെ ഭരണഘടനയുടെ 4ാം തൂണിനും അത് ബാധിക്കും, എല്ലാവരെയും ബാധിക്കുമല്ലോ. അപ്പം അങ്ങനെ അനപലഷണീയമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾ നമ്മുടെ രാജ്യത്തെ അപകടപ്പെടുത്തുന്നു, അടുത്ത തലമുറയെ കാർന്നു തിന്നുന്നു. ഈ ആധിപത്യം പത്രക്കാരുടെ കയ്യിൽ അല്ലെങ്കിൽ പത്രക്കാരുടെ മേലും കൂടെ വന്നു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ പ്രതീക്ഷ പോലും നഷ്ടപ്പെടും. KJU സംസ്ഥാന പ്രസിഡന്റ് അനിൽ ബിശ്വാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകർ തന്നെയും സുപരിചിതമായ ഒരു മുദ്രാവാക്യമായിരുന്നില്ല. കേരളത്തിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകരൊന്നും അതല്ലാതെയുള്ള മാധ്യമപ്രവർത്തകരുള്ള വേർതിരിവ് ഉണ്ട് എന്നുള്ളത് പോലും നമ്മൾ ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി സമീപിക്കുമ്പോഴാണ് കേരളത്തിലെ പഞ്ചായത്ത് തലം മുതൽ നിയമസഭ വരെയുള്ള ജനപ്രതിനിധികൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരിതെല്ലാം മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തന്നെ വളരെ ക്ലേശകരമായൊരു പ്രക്രിയയാണ്. അതിൽ നമ്മൾ വിജയിച്ചു. എന്തായാലും ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തന സേവനങ്ങൾ ഉൾപ്പെടുത്താമെന്നുള്ള പ്രഖ്യാപനത്തിൽ വരെ എത്തി. അതിൽ നമ്മളെ സഹായിച്ച ഒരുപാട് ജനപ്രതിനിധികളുണ്ട്, അതിനെ എതിർത്ത ഒരുപാട് ആളുകളുണ്ട്. 2021 സാംസ്കാരിക പ്രവർത്തന ക്ഷേമത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണമെന്ന KJUവിൻ്റെ മാത്രം നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ തീരുമാനത്തെ ഭരണകൂടം എപ്പോഴും ഭരണാധികാരികൾ എപ്പോഴും അതിന് നടപ്പിലാക്കാം എന്ന് പറയുമ്പോഴും എവിടെയൊക്കെയോ ഭരണത്തിന്റെ ഇടനാഴികളിൽ അത് തടയപ്പെട്ടു എന്നുള്ളത് വാസ്തവമാണ്. അതിൽ നിർഭാഗ്യകരമായൊരു കാര്യം, ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആ നിലപാടിനോട് കാണിക്കേണ്ട ആർജവത്വം കാണിക്കാൻ കഴിഞ്ഞ സർക്കാരിന് കഴിയാതെ പോയി എന്നുള്ളതും ആ സർക്കാരിന്റെ ഒട്ടുവളരെ മെച്ചങ്ങളിൽ ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയാണ്. സമ്മേളനത്തിൽ പാലക്കാട് നഗരസഭാ ചെയർമാൻ PP സ്മിതേഷ് കേരള മീഡിയ വെൽഫെയർ ട്രസ്റ്റ് പ്രഖ്യാപനം നടത്തി. KJU ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ബാബു തോമസ് KJU ന്യൂസ് സിൽവർ ജൂബിലി പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു. ചീഫ് എഡിറ്റർ ബോബൻ D കിഴക്കേത്തറ പതിപ്പ് ഏറ്റുവാങ്ങി. KJU നാഷണൽ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ബാബു തോമസ്, സംസ്ഥാന ട്രഷറർ EP രാജീവ്, വൈസ് പ്രസിഡന്റുമാരായ അനിൽ അടൂർ, പ്രകാശൻ പയ്യന്നൂർ, MA ഷാജി, സെക്രട്ടറിമാരായ പ്രമോദ് കുമാർ, ആഷിഖ് മണിയൻകുളം, M സുജേഷ്, ബിജോയ് പെരുമാട്ടി, ലിജു ലോട്ടസ്, ദേശീയ സമിതി അംഗങ്ങളായ PB തമ്പി, വാഹിദ് കാറ്റാനം, ജോഷി അറക്കൽ, TV ശിവദാസ്, C രാമൻകുട്ടി, ഷിബു ജോൺ എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നമ്മുടെ തിരുവനന്തപുരത്തെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിച്ചതനുസരിച്ച് ഇടുക്കി ജില്ലയിലെ കുമളിയിൽ വെച്ച് 2 ദിവസം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ക്യാമ്പോട് കൂടിയാണ് നമ്മുടെ സംസ്ഥാന സിൽവർ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. അന്ന് മന്ത്രി റോഷി അഗസ്റ്റിനും
മുൻ മന്ത്രിയായിരുന്ന എം മണിയാസാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ സമ്മേളനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ പരിപാടികൾ നടത്തി, സിൽവർ ജൂബിലി പരിപാടി തൃശ്ശൂർ ജില്ലയിൽ നടത്തി, ഇടുക്കി ജില്ലയിൽ നടന്നു, എറണാകുളം ജില്ലയിൽ നടന്നു. വിവിധ ജില്ലകളിൽ സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലുമെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പരിപാടികൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. അത്തരം ഒരു പരിപാടികൾക്കെല്ലാം ശേഷമാണ് നമ്മൾ നമ്മുടെ സിൽവർ ജൂബിലിയുടെ സമാപന സമ്മേളനം നിശ്ചയിച്ചത്. സംസ്ഥാന കമ്മിറ്റി സമാപന സമ്മേളനം നിശ്ചയിച്ചത് മെയ് 1-ാം തീയതി നടത്തണമെന്നുള്ളതാണ് തീരുമാനിച്ചത്. മെയ് 1-ാം തീയതിയാണ് നമ്മുടെ സംഘടന പ്രതിനിധിയെടുത്തത് സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമാപന സമ്മേളനവും സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ മെയ് 1-ാം തീയതി തന്നെ നടത്തണമെന്നാണ് നമ്മൾ നിശ്ചയിച്ചത്. KJU സംസ്ഥാന ജനറൽ സെക്രട്ടറി KG സ്മിജൻ സ്വാഗതവും സ്വാഗത സംഘം ട്രഷറർ ഷിബു ജോൺ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് ശേഷം അതിഗംഭീരമായ സദ്യയോടെയാണ് മാധ്യമപ്രവർത്തകരെ ഭാരവാഹികൾ യാത്രയാക്കിയത്. ന്യൂസ് ഡെസ്ക് CCV.